Hello friends, in this video, we will couple in the topic discuss couple system of forces, moment of forces, concurrent forces, Lami's theorem in the topics in this video we discuss. Couple. A pair of forces of equal magnitude but acting in opposite direction with different lines of action is known as a couple or torque. This figure is a rod. A, B endpoints and point C. These endpoints a force F act. This force direction is opposite direction act. This point C fixed is a pivoted joint. Now, this point C is this force F in the effect this AB rod rotate. Now, this create this two forces opposite direction. This point C is rotate. These forces we couple because they are equal in magnitude. Two forces value same F but acting in opposite directions with different lines of action. Two forces meet two particular distance mari two lines of action are two forces nullathu. Ingante forces we couple allengi torque ennokke vilikkunne. A couple produces rotation without translation. Couple ennu parayna force translation generate cheyathilla. Translation ennu vechal horizontal allengi vertical movement. Translation create cheyada rotation ആയിരിക്കും എപ്പോഴും create ചെയ്യുന്നത്. ഇനി moment of couple എന്ന് വിളിക്കുന്നത് എന്താണ്? ഈ ഒരു particular force systemത്തിൽ നമുക്ക് രണ്ട് forces ഉണ്ടെന്ന് പറഞ്ഞു. രണ്ട് force of magnitude F. അപ്പോൾ ഈ രണ്ട് forcesന്റെ എത്ര force ഉണ്ടോ ആ forcesന്റെ എല്ലാം moment കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂനെയാണ് നമ്മൾ moment of a couple എന്ന് വിളിക്കുന്നത്. Moment of a couple is a sum of moments of the two forces making the couple. ഇനി ഇതിന്റെ വാല്യൂ arithmetic value എന്തുവായിരിക്കും? ഇവിടെ നമുക്കൊരു ഫോഴ്സ് F ഉണ്ട് acting at a distance A from the center. അപ്പോൾ F into A plus B യിൽ വരുന്ന ഫോഴ്സ് into അതിന്റെ perpendicular distance A വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു F into A കിട്ടും. അങ്ങനെ ടോട്ടൽ 2 times FA ആണ് നമ്മുടെ ഇവിടുത്തെ moment of a couple. അപ്പോൾ couple എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓർത്തോളുക ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് ലൈൻസിൽ കൂടെ ആക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഒരു couple എന്ന് വിളിക്കും. couple ഒരു റൊട്ടേഷണൽ മോഷൻ മാത്രമേ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. ട്രാൻസ്ലേഷൻ അതായത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യത്തില്ല. ഇനി മൊമെന്റ് ഓഫ് എ കപ്പിൾ എന്ന് പറയുന്നത് ഈ കപ്പിളിൽ വരുന്ന ഫോഴ്സസിന്റെ എല്ലാം കൂടെ മൊമെന്റ് കണ്ടുപിടിച്ച് അതിന്റെ സം കണ്ടുപിടിക്കുമ്പോഴാണ് അതിനെ മൊമെന്റ് ഓഫ് ദ കപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഈ മൊമെന്റ് ഓഫ് എ കപ്പിൾ കണ്ടുപിടിച്ച് ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഒരു ഇക്വേഷനാണ് F1/F2 = d2/d1. അതായത് നമ്മൾക്ക് ഒരു കപ്പിളിൽ കൺസിഡർ ചെയ്യാൻ നേരം അതിൽ വരുന്ന ഫോഴ്സസും അത് സെന്ററിൽ നിന്നും ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസും കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തിയറിയാണ് F1/F2 = d2/d1 എന്നുള്ളത്. ഇത് നമുക്കൊരു എക്സാമ്പിളിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം in the figure given below the distance and the forces are given as ഇവിടെ നമുക്കൊരു റോഡ് AB കാണാം, അതിന്റെ ഒരു പോയിന്റ് O കാണാം. പോയിന്റ് ഓയിലാണ് അത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മുകളിലോട്ട് പോയിന്റ് ഓയുടെ അവിടെ നമുക്കൊരു റിയാക്ഷൻ ഫോഴ്സ് മുകളിലോട്ട് കാണുന്നത്. ഇനി എയിലും ബിയിലും താഴേക്ക് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് ഉണ്ട്. എയിലെ ഫോഴ്സ് F1ന്റെ മാഗ്നിറ്റ്യൂഡ് 2 ന്യൂട്ടൺ ആണ്. ബിയിലെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് F2 ആണ്, തന്നിട്ടില്ല. ഇനി എ തൊട്ട് 0 അല്ലെങ്കിൽ O വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 മീറ്ററും അതിനെ D1 യൂസ് ചെയ്താണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി O തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസിനെ D2 എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് 2 മീറ്റേഴ്സുമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് F2 എന്ന് പറയുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് വെച്ച് ഡയറക്റ്റ് ആ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇത് എങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് വന്നതെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ആൽജിബ്രിക് സം ഈ മൊമെന്റ്സിന്റെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത്? ആദ്യം എയിൽ വരുന്ന ഫോഴ്സ് 2 ന്യൂട്ടൺ, അതായത് F1 ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ് D1 മൈനസ് D2 ഇൻറ്റു F2. ഇനി എന്താണ് ഇവിടെ നെഗറ്റീവ് വന്നതെന്ന് പറയാം. നമ്മൾ യൂഷ്വലി മൊമെന്റ്സ് കൺസിഡർ ചെയ്യാൻ നേരം കൗണ്ടർ ക്ലോക്ക് വൈസ്, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷന് പോസിറ്റീവും ക്ലോക്ക് വൈസ് ഡയറക്ഷന് നെഗറ്റീവും ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ പോയിന്റ് ഓയിന് അബൌട്ട് ആയിട്ട്
ആയിട്ട് എയിൽ വരുന്ന ഫോഴ്സ് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് നോക്കുവാണെങ്കിൽ അതൊരു കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. കാരണം എയുടെ അവിടെ ഫോഴ്സ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഓയിൽ നിന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് താഴേക്ക് റൊട്ടേറ്റ് ചെയ്തായിരിക്കും, അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പൊ ആ മൊമെന്റിന്റെ സൈൻ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി ബിയുടെ അവിടുത്തെ F2വിന്റെ ഡയറക്ഷൻ ഒന്ന് നോക്കിയേ, അതും താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഓയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ F2വിൽ നിന്ന് വരുന്ന ഈ ഒരു ഫോഴ്സ് ഈ ബി എന്ന് പറയുന്ന ആ ഒരു എൻഡിനെ ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഇവിടുത്തെ മൊമെന്റിനെ, ബിയിൽ വരുന്ന മൊമെന്റിനെ നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഒന്നുകൂടെ പറയാം, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള റൊട്ടേഷനെ നമ്മൾ പോസിറ്റീവായിട്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള റൊട്ടേഷൻ നെഗറ്റീവായിട്ടുമാണ് യൂഷ്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ D2 × F2 എന്നുള്ളതിന് മുന്നിൽ നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ സം ഓഫ് മൊമെന്റ്സ് എടുക്കാൻ നേരം D1 × F1 എന്നുള്ളത് പോസിറ്റീവും D2 × F2 നെഗറ്റീവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വരുന്നത്. ഇനി ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ നേരത്തെ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സിന്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വാല്യൂ D1ന്റെ വാല്യൂ 1 മീറ്റർ ആണ്, D2ന്റെ 2 മീറ്റേഴ്സും F1ന്റെ 2 ന്യൂട്ടണും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് F2ന്റെ വാല്യൂ 1 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതേപോലത്തെ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഈ ആൽജിബ്രിക് സം ആ ഒരു സ്റ്റെപ്പ് എഴുതി നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി. അപ്പം എന്താണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം? Mechanical equilibrium is a state of an object or system where the net force acting on it is zero. ഏതൊരു ബോഡി കൺസിഡർ ചെയ്താലും അതിൽ കുറെ എക്സ്റ്റേണൽ ഫോഴ്സസ് കാണും, ഇന്റേണൽ ഫോഴ്സസ് കാണും. നെറ്റ് ആയിട്ടുള്ള ഫോഴ്സ്, അതായത് എല്ലാ ഫോഴ്സിന്റെ സം നമ്മൾ എടുക്കുമ്പോൾ അത് സീറോ ആണ് എങ്കിൽ ആ ബോഡി ഇക്വിലിബ്രിയത്തിലാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നെങ്കിൽ അത് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ആയിരിക്കും. അപ്പൊ അതിന്റെ നെറ്റ് ഫോഴ്സിന്റെ സം നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ സീറോ ആണ് എങ്കിൽ അതേ മോഷനിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ ബോഡീസിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഈക്വിലിബ്രിയത്തിലുള്ള ബോഡീസ് എന്ന് വിളിക്കുന്നത്. All forces are balanced and there is no unbalanced force. This balance can result in an object remaining at rest or moving at a constant velocity. ഒന്നുകിൽ റെസ്റ്റിലായ ബോഡിയാണ് എങ്കിൽ അതിൽ മെക്കാനിക്കൽ ഈക്വിലിബ്രിയം ഉണ്ട് എങ്കിൽ അത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യുന്ന ബോഡിയാണ് അതിൽ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട് എങ്കിൽ അതും കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടെ തന്നെ ആ മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. For a system to be in mechanical equilibrium, two conditions must be met. ആദ്യത്തേത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. The vector sum of all forces acting on the system must be zero. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്താണ്? ഒരു ബോഡിയിൽ വരുന്ന ഫോഴ്സസ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സസ് അതിന്റെ സം സീറോ ആണ് എങ്കിൽ അങ്ങനത്തെ ബോഡീസ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ പറയും. അതായത് ആ ബോഡി ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി നീങ്ങത്തില്ല. കാരണം എന്താ? ഈ സം ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സസ് സീറോ ആണ്. അപ്പൊ അങ്ങനത്തെ ബോഡീസ് ആണ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലുള്ള ബോഡീസ്. റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലുള്ള ബോഡി എന്ന് വെച്ചാൽ എന്താ? ഫോർ എ റിജിഡ് ബോഡി ദ സം ഓഫ് ഓൾ ടോർക്ക് ആക്ടിംഗ് ഓൺ ഇറ്റ് മസ്റ്റ് ഓൾസോ ബി സീറോ. നമ്മൾ റൊട്ടേഷണൽ മോഷന്റെ വീഡിയോസ് ഒക്കെ പഠിച്ച ടോപ്പിക്സ് പഠിച്ച വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട് ടോർക്ക് എന്താണെന്ന് പറയുന്നുണ്ട്. ഒരു ട്വിസ്റ്റിംഗ് ഫോഴ്സ് ആണ്. ഈ റൊട്ടേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ടോർക്ക്. അപ്പോൾ ഒരു ബോഡിയിലെ നെറ്റ് ടോർക്കിന്റെ വാല്യൂ സീറോ ആണ് എങ്കിൽ ആ ബോഡിയിലെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതായത് അത് ഓൾറെഡി റെസ്റ്റിലാണ് എങ്കിൽ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ റൊട്ടേഷണൽ മോഷൻ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ ബോഡീസ് ആണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിൽ ഉള്ളത്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് മീറ്റ് ചെയ്യുവാണെങ്കിലാണ് ഒരു ബോഡി മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ പറയുന്നത്. Translational equilibrium is a state where an object either remains at rest or moves with constant velocity, meaning its linear acceleration is zero and net force acting on it is zero. Appo net horizontal and vertical force zero aanu engil body translational equilibrium. Ini rotational equilibrium is a state where net torque acting on a body is zero, resulting in zero angular acceleration. ഇതൊരു യൂണിഫോം വെലോസിറ്റിയോട് കൂടാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതേ മോഷനിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആക്സിലറേഷൻ അതിന് ഉണ്ടാകത്തില്ല. This means an object in rotational equilibrium either remains at rest or rotates at a constant angular velocity.
ഇനി നമ്മൾ ഇത് 3D കൺസെപ്റ്റ് നോക്കാതെ 2D കൺസെപ്റ്റിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദിസ് കണ്ടീഷൻ ഇസ് മെറ്റ് വെൻ ദ സം ഓഫ് ഓൾ ക്ലോക്ക് വൈസ് ടോർക്ക് ഈക്വൽസ് ദ സം ഓഫ് ഓൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ടോർക്ക്. അപ്പൊ നമ്മൾ നേരത്തെ ഉള്ള നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് പറഞ്ഞല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഒരു റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലുള്ള ബോഡിയിൽ കപ്പിള് അല്ലെങ്കിൽ ടോർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ എക്സ്റ്റേണൽ ടോർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ അതിന്റെ സമ്മ് ക്ലോക്ക് വൈസും ആൻഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് ടോർക്സിന്റെ എല്ലാത്തിന്റെ സം എടുക്കുമ്പോൾ അത് 0 ആണെങ്കിൽ നമ്മൾ ആ ബോഡി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് ഒരു ബോഡി മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്ര ഓർത്തിരുന്നാൽ മതി, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുമ്പോൾ അതിലെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഒന്നുകിൽ ബോഡി റെസ്റ്റിലായിരിക്കും, ആ റെസ്റ്റിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യും. അത് ഒരു യൂണിഫോം വെലോസിറ്റിയോടെ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയാണ് എങ്കിൽ അതേ മോഷൻ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും വെൻ ഇറ്റ് ഇസ് ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ഇനി നമ്മുടെ അടുത്ത പോർഷൻ കൺകറന്റ് ഫോഴ്സസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചെറിയ പ്രോബ്ലംസും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ പ്രോബ്ലത്തിന്റെ ഹെൽപ്പോട് കൂടി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ തിയറി എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യം വാട്ട് ഇസ് എ കൺകറന്റ് ഫോഴ്സ് അല്ലെങ്കിൽ വാട്ട് ആർ കൺകറന്റ് ഫോഴ്സസ്. ഇപ്പോൾ ഒരു പ്ലെയിനിൽ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സസ് എല്ലാം ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനത്തെ ഫോഴ്സസിനെയാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കീ വേർഡ് ഓർത്തിരിക്കേണ്ടത് പാസസ് ത്രൂ ദ സെയിം പോയിന്റ് എന്നുള്ള ആ ഒറ്റ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു എന്നതാണ് ഇവിടെ പോയിന്റ് ഓർത്തിരിക്കേണ്ടത്. Concurrent forces are system of forces where all individual forces act on the same point or have lines of action that intersect at a single common point. ഇവിടെ ഫിഗറിൽ നമുക്ക് കുറേ ഫോഴ്സസ് കാണാം. ഈ ഫോഴ്സസ് എല്ലാം ഈ ഒരു പോയിന്റ് ഓയിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫോഴ്സസ് എല്ലാം കൺകറന്റ് ഫോഴ്സസ് ആണ്. ഇവിടെ F1x, F2x, F3x gives a single horizontal component Rx. അപ്പൊ ഇനി നമ്മൾ ഇതിനെ എങ്ങനെ റിസോൾവ് ചെയ്യും അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്നത് നോക്കാം. അപ്പൊ ഈ ഇവിടെ തന്നിരിക്കുന്ന ഈ ഫോഴ്സസ് F1, F2, F3 ഇതിനെല്ലാം നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ കോമ്പണൻസും വെർട്ടിക്കൽ കോമ്പണൻസും ആയിട്ട് നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാം. അപ്പം ഹൊറിസോണ്ടൽ കോമ്പണൻസിനെല്ലാം RX എന്ന് വിളിക്കുവാണ്, വെർട്ടിക്കൽ കോമ്പണൻസിനെല്ലാം RY എന്ന് വിളിക്കുവാണെങ്കിൽ RX എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓരോന്നിൻ്റെയും ഹൊറിസോണ്ടൽ കോമ്പണൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് എടുത്താൽ മതി. ഇനി വെർട്ടിക്കൽ കോമ്പണൻറ്റ് RY കണ്ടുപിടിക്കാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇൻക്ലൈൻ ഫോഴ്സസിന്റെ എല്ലാം വെർട്ടിക്കൽ കോമ്പണൻറ്റ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഇനി ഇതിന്റെ ഫൈനൽ റിസൾട്ടന്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ R² is equal to RX² plus RY² എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ R is equal to root of RX² plus RY² എന്നുള്ള ഇക്വേഷനും യൂസ് ചെയ്യാം. ഇനി റിസൾട്ടന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആ റിസൾട്ടന്റിന്റെ ഇൻക്ലിനേഷൻ അത് എക്സ് ഡയറക്ഷനിൽ നിന്ന് എത്ര ആംഗിളിലാണ് ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്നത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ tan alpha is equal to RY by RX. ഇവിടെ ആൽഫ എന്താ? നമ്മുടെ റിസൾട്ടന്റ് എക്സ് ഡയറക്ഷനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആൽഫ. ഇതിൽ നിന്ന് ആൽഫ കണ്ടുപിടിക്കാൻ tan ഇൻവേഴ്സ് ഓഫ് RY by RX കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമുക്കിതൊരു ചെറിയ പ്രോബ്ലത്തിന്റെ ഹെൽപ്പോട് കൂടി പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിന് മുന്നേ ഒരു ചെറിയൊരു ടോപ്പിക് കൂടെ അറിഞ്ഞിരിക്കണം, ലാമീസ് തിയറം. അപ്പം നമ്മുടെ ഈ കൺകറന്റ് ഫോഴ്സസിനെ ഒരു പ്ലെയിനിൽ തന്നെ ലൈ ചെയ്യുന്ന ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന കൺകറന്റ് കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ് നമുക്ക് വിളിക്കാം. കോപ്ലനാർ എന്ന് വിളിക്കുന്നത് ഒരേ പ്ലെയിനിൽ ലൈ ചെയ്യുന്ന ഫോഴ്സസിനെയാണ് കോപ്ലനാർ ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഈ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസിനെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസിൽ നിന്ന് ഡിറൈവ് ചെയ്തൊരു തിയറമാണ് ഈ ലാമീസ് തിയറം. 3 ഫോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന കേസിൽ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം വിത്ത് 3 ഫോഴ്സസ്, അവിടെയാണ് നമ്മൾ ഈ ലാമീസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. ഇനി എന്താണ് ലാമീസ് തിയറം? ഇവിടെ നമുക്ക് 3 ഫോഴ്സസ് കാണാം, A, B ആൻഡ് C. ഇത് ഒരു കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരു പോയിന്റിൽ കൂടെ അത് പാസ് ചെയ്യുന്നു. അപ്പൊ ഈ കോമൺ പോയിന്റിൽ അത് ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ഫോഴ്സ് എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ആംഗിൾ ആൽഫ വരും, ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആംഗിൾ ബീറ്റ വരും, സിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഗാമ വരും. അപ്പൊ ലാമീസ് തിയറം എന്താണ് പറയുന്നത്? ലാമീസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 3 ഫോഴ്സസ് ആക്ടിംഗ് അറ്റ് എ പോയിന്റ് ആർ ഇൻ ഈക്വിലിബ്രിയം, then each of the force is directly proportional to the sign of the angle between the remaining 2 forces. അതായത് ഇവിടെ ഈ ബോക്സിൽ പറഞ്ഞേക്കുന്ന തൊട്ട് A by sin alpha is equal to B by sin beta is equal to C by sin alpha. അപ്പം നമ്മൾ കൺസിഡർ ചെയ്ത A ഫോഴ്സിന് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഏത് ആംഗിൾ ആണോ വരുന്നത് അതിന്റെ സൈൻ വെച്ചിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ.
അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഈ മൂന്ന് സിസ്റ്റവും കൺകറന്റ് ആയിട്ടുള്ള ഈ മൂന്ന് സിസ്റ്റത്തിന്റെ വാല്യൂസ്, സിസ്റ്റത്തിലെ ഫോഴ്സസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു തിയറം യൂസ് ചെയ്യാം. അപ്പൊ ലാമിസ് തിയറം ഓർത്തോളൂ. when three forces acting at a point are in equilibrium, then each force is directly proportional to the sine of the angle between the remaining two forces. ഈ ഒരു തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഓർത്തോണം. ഇനി നമുക്ക് നമ്മുടെ കൺകറന്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. Determine the magnitude of forces P and F necessary to keep the concurrent force system in equilibrium. ഇവിടെ നമുക്ക് ഒരു ഫോഴ്സ് സിസ്റ്റം കാണാം. ഒരു 300 ന്യൂട്ടന്റെ ഫോഴ്സ് ഉണ്ട്, 200 ന്യൂട്ടന്റെ ഫോഴ്സ് ഉണ്ട്, പിന്നെ P and F എന്ന് മാഗ്നിറ്റ്യൂഡ് അറിയാത്ത രണ്ട് ഫോഴ്സസും ഉണ്ട്. ഈ 4 ഫോഴ്സസ് ചേരുന്ന ഒരു കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കൺകറന്റ് എന്ന് വിളിക്കാൻ കാരണം ഇറ്റ് പാസസ് ത്രൂ എ കോമൺ പോയിന്റ്. ഇനി ഈ ഫോഴ്സസ് തമ്മിലുള്ള ആംഗിൾസും തന്നിട്ടുണ്ട്. പിയും എഫും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിനെയും റിസോൾവ് ചെയ്യുക എന്നതാണ്. അപ്പൊ ആദ്യം ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ ഒക്കെ നമുക്ക് റിസോൾവ് ചെയ്യാം. ഹൊറിസോണ്ടൽ ഫോഴ്സസ് റിസോൾവ് ചെയ്യാൻ നേരം നമുക്ക് ഇവിടെ ഒരു 300 ന്യൂട്ടൺ ഉണ്ട്, പിന്നെ പി ഫോഴ്സ് ഉണ്ട്. ഇപ്പൊ 300ഉം പിയും ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഒറ്റ സൈനിൽ കൺസിഡർ ചെയ്യാം. ഇപ്പൊ 300 ന്യൂട്ടൺ പ്ലസ് പി ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ ഈ പി ഫോഴ്സ് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പൊ അതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? പി കോസ് 30 എന്ന് വിളിക്കാം. അപ്പൊ 300 പ്ലസ് പി കോസ് 30 എഴുതി. ഇനി റൈറ്റിലോട്ട് ആക്ട് ചെയ്യുന്നു, അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് എഫും 200ഉം. അപ്പൊ അത് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഈക്വൽ ടുന്റെ അപ്പുറത്തെ സൈഡിലേക്ക് അതിനെ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ എഫ് വരുന്നുണ്ട്, എഫ് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് അതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എടുക്കണം. എഫ് മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പൊ നമുക്ക് അതിനെ എഫ് കോസ് 60 എന്ന് എടുക്കാം അതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റിനെ. ഇനി 200ന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എങ്ങനെ വരും? 200 കോസ് 45 എന്നും എടുക്കാം. അപ്പൊ ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എഴുതി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി വെർട്ടിക്കൽ കോമ്പണൻസ് റിസോൾവ് ചെയ്യുവാണെങ്കിലോ നമുക്ക് എഫിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് വരാൻ പോകുന്ന എഫ് സൈൻ 60 ആയിരിക്കും. കാരണം ഇതിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് വരാൻ പോകുന്നത് സൈൻ കോമ്പണന്റ് ആയിരിക്കും ഓഫ് 60. എഫ് സൈൻ 60 ഉണ്ട്. പിന്നെ നമുക്ക് വെർട്ടിക്കൽ വരുന്നത് പിക്കും 200നുമാണ്. അതിന് രണ്ടിനും സിമിലർ സൈൻ ആയിരിക്കും താഴോട്ടായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് അത് ഈക്വൽ ടുവിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഇടാം. ഈക്വൽ ടു 200ന്റെ സൈൻ 45 എടുക്കാം, പിയുടെ സൈൻ 30 എടുക്കാം. ഇനി ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ പിയുടെ വാല്യൂ കിട്ടും, എഫിന്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം, ഈക്വിലിബ്രിയത്തിലുള്ള ഒരു കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിനെ റിസോൾവ് ചെയ്ത് ഓരോ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളപ്പോൾ ഈ ഒരു വീഡിയോയിൽ കപ്പിളിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് നമ്മൾ പറഞ്ഞു, അതേപോലെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്തു, കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം, ലാമീസ് തിയറം. ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തത്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.